നമ്മളിപ്പോ നിൽക്കുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റിലാണ്. എന്ന് പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വിശ്വസിക്കൂല. പക്ഷെ ഇത് ആർട്ടിഫിഷ്യൽ റെയിൻ ആണ്. നമ്മളെ ഫ്രഷ് കഫേയിലുള്ള സംഭവമാണ്. നല്ല രസമുണ്ട് കേട്ടാ. ഓ മൈ ഗോഡ്. അയ്യോ നനഞ്ഞു ഗൈസ്. നല്ല മഴയത്ത് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. മഴയത്തല്ല, അങ്ങോട്ട് നിക്കണം. മഴ മൊത്തം നനയും. വലിയ നനയൊന്നുമില്ല. ഒരു ഡ്രിസിൽ അല്ലേ. വെരി വണ്ടർഫുൾ എക്സ്പീരിയൻസ്. എല്ലാരും വന്ന് എൻജോയ് ചെയ്യൂ. അതാണ്. ഇനി അതിനെ കൂടെ അടങ്ങിയ സനിബ്രോ ആമസോൺ വനാന്തരങ്ങൾ നടക്കണതായിട്ടുള്ള ഫുട്ടേജ് ഫുൾ നനഞ്ഞു കുളിക്കും ഞാൻ. എന്നിട്ട് അവിടെ വന്നിരിക്കണമല്ലോ. അവന് മുമ്പ് നനഞ്ഞിട്ടുണ്ട്. സനിബ്രോ കണ്ട മഴ തീർന്നു. കൊള്ളാം കേട്ടോ. നല്ല എക്സ്പീരിയൻസ്. ചെറുതോരെ നോക്കട്ടെ ഗൈസ്. അത് വീട്ടിലില്ലേ ഈ സാധനം? ഈ കളറില്ലെന്ന് തോന്നുന്നു കേട്ടാ. ചുവന്ന കളറ്, നല്ല റെഡ് ചോപ്പല്ലേ. കൊള്ളാല്ലേ? എടുക്കാല്ലേ? അത് ഡിസ്കൗണ്ട് കിട്ടില്ല. ഓണർ നമ്മളെ ടച്ചല്ലേ. ഇഷ്ടാവല്ലേ? രസമുണ്ട് കേട്ടാ. സ്റ്റഡി ഷോപ്പിംഗ് ഗൈസ് ഫോർ വർഷ. ഇത്രയും സ്നേഹമുള്ള ഒരു ഭർത്താവിനെ എവിടെ കിട്ടും? ആ ഒരു കാര്യം ആലോചിക്കണം. എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഹോബി അല്ല. അതെനിക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് ഇത് എവിടെയെങ്കിലും പോയാലും കണ്ട ചെടിയൊക്കെ എടാ കോസ്റ്റ്ലി ആയിട്ടുള്ള ചെടിയുണ്ട് കേട്ടാ. പിന്നല്ല, ഞാൻ നിന്നെ കൊണ്ടുപോവാ. നിനക്ക് അങ്ങനെ ഒരു ഹോബി ഉണ്ടോ സ്ഥിതിക്ക് ഐ വിൽ ഷോ യു എക്സ്പെൻസീവ് പ്ലാന്റ്സ്. അങ്ങനത്തെ ചെടിയൊന്നും ഇഷ്ടമല്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവർക്ക് അത് വാങ്ങിച്ചു കൊടുക്കണം. ആണല്ലേ? നോക്കട്ടെ. ഇവൻ പറയുന്ന ചെടി ഹോബി, ചെടി ചീപ്പാണെന്ന്. അങ്ങനെയല്ല, സെറ്റാക്കി തരാടാ. തന്നെ അത്ര വലിയ വിലയുള്ളതെന്ന് ഞാൻ കണ്ടിട്ടില്ല. ബോൺസായി ഒക്കെ വാങ്ങിച്ചു വെക്കണ്ടേ വീട്ടില്? വേണ്ട, നല്ല സാധനങ്ങളുണ്ടോ. ബോൺസായി സ്വന്തമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് അതിന്റെ ഒരു വാല്യൂ. അങ്ങനെയൊന്നുമില്ലടാ. കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്തവരുടെ വാല്യൂ ഉള്ളതുകൊണ്ട്. സന്ദീപേ കഴിച്ചാടാ. ഓക്കെ. ഈ ഒരു ബ്ലോഗ് ഏതിലോട്ട് ഞാൻ കുത്തിത്തിരുവെന്ന് അറിഞ്ഞൂടാ. പക്ഷെ വരും. ഒരു പ്രത്യേകതരം ബ്ലോഗാണ്. ആദ്യം തന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് കാജൂൺ പൊള്ളി ചിക്കൻ എന്ന്. കാജൂൺ ചിക്കൻ സാൻഡ്വിച്ച്. ഈ ചളുവടിച്ച് ആരാണെന്ന് കാണണമെന്നായിരിക്കും നിങ്ങൾ ഈ പറയുന്നത്. യെസ്, വന്നിരിക്കുകയാണ് ചളുവടി സ്പെഷ്യലിസ്റ്റ്. ഔട്ട് ഓഫ് ഫോക്കസ്. ഇപ്പോഴാണ് ഫോക്കസ് ആയത്. നിന്റെ വീട്ടില് ജൂനിയർ മാൻഡ്രേക്കിന് വല്ലതും വാങ്ങിച്ചാടേ ആ പ്രതിമ? അതെന്താണെന്നറിയോ ജൂനിയർ മാൻഡ്രേക്ക് എന്താന്ന്? മറ്റേ പഴയൊരു പടം ഓർമ്മയുണ്ടോ? ജഗദീഷിന്റെ ഒക്കെ ഒരു പ്രതിമ എടുത്തോണ്ട് വീട്ടിൽ പോകുമ്പോ അത് തന്നെ. എന്താണ് വന്ന വേറി പോലെ ഇടിയും തൊഴിയൊക്കെ ആണല്ലോ. ഓർഡർ ചെയ്ത സാധനമൊന്നും ഇല്ലായിരുന്നു. ഞാൻ 3 സാധനങ്ങൾ ഓർഡർ ചെയ്തു. 3 സാധനം ഇവിടെ ഇല്ലായിരുന്നു. അതെ, ഇവർക്ക് എന്തോ കഷ്ടകാലം കടന്ന് കറങ്ങിയത്. കൃത്യം ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ മാത്രമില്ല. ഞാൻ എന്നെ ട്രൈപോഡും കൊണ്ടുവന്നില്ല. കൈ പിടിച്ചോണ്ട് വ്ളോഗെടുക്കേണ്ടി വരും. എന്റെ സ്ഥിരമായിട്ടുള്ള കോക്കോ ലോക്കോ പറഞ്ഞേക്കാണ്. അമേരിക്കൻ ഫ്രാപ്പച്ചിനോ? അമേരിക്ക എന്തോ അമേരിക്ക പോണോ? അന്ന് നമ്മള് എവിടെ ആഫ്രിക്കാറ്റോ ഗൈസ് ഇവർക്ക് എന്തോ പറ്റി. അഫഗാറ്റോ അതെന്റെ സ്ഥിരം സാധനമായിരുന്നല്ലോ. അത് ബാംഗ്ലൂര് പോയിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് സാധനം കുടിച്ചായിരുന്നു. അതോടെ പിന്നെ അതിനോടുള്ള ആഗ്രഹം കുറഞ്ഞു. അതാണോ കൂടുതൽ? യെസ് ഗൈസ്, ഞാൻ വന്നിരിക്കുകയാണ്. അയ്യോ ഞാനിടയ്ക്ക് സൂമായി. ഞാൻ ഈ സാധനത്തിൽ പിടിച്ചാണ്. ഓക്കെ ഗൈസ്, ഞാൻ വന്നിരിക്കുകയാണ്. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഗൈസ് നമ്മളിരിക്കുന്നത് ജസ്റ്റ് ലോഫിലാണ്, പനമ്പള്ളി നഗർ. ഇതിപ്പോ എന്റെ ഒരു സ്ഥിരം താവളമായി മാറിയിരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ല ഗൈസ്, വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ടാണ് മെയിൻലി വരുന്നത്. അയ്യോ സോഡ ആയിരുന്നു. അപ്പം അവിടെ അത്യാവശ്യം നല്ല ഫുഡാണ്. ചില സാധനങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ കുറച്ചിത്തിരി ഞാൻ പറഞ്ഞില്ലേ സൈലൻസ് എന്ന് പറയാൻ പറ്റില്ല. പാട്ട് നല്ല രീതിയിൽ ഹൈ ഓളിത്തിട്ടിട്ടുണ്ട്. ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് നോർമലി സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കഴിച്ചു ഫുള്ള് എന്തോന്നു ഇതെന്തോ ഓറിയോ ഷേക്കാ. ഇത് സ്ട്രോബെറി ഓറിയോ ഷേക്ക് കുടിക്കുന്ന ഹർഷിത. പുള്ളിക്കാരി ആരാണെന്ന് അറിഞ്ഞു തുടങ്ങി. ഹർഷിത ഗൈസ്, മായാവി ദിവാനെ എന്ന് തന്നെ മായാവി ആയിട്ട് അഭിനയിച്ച കുട്ടിയാണ്. ആരും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബിലുണ്ടെന്ന് തോന്നുന്നത് ആ പാട്ട്. പിന്നെ ഇപ്പം റീസെന്റ് ഇറങ്ങിയത് അഡോബ് ബോർഡ് എന്നാണ്. അഡോബ് ഫോട്ടോഷോപ്പ് അതെന്തോന്നു? സാറിന്റെ ആൽബത്തിന്റെ പേരിട്ടത് അതിന്. അബോർഡ് എന്ന് പറഞ്ഞ വീടെന്നല്ലേ? അഡോബ് എന്ന് പറഞ്ഞ മറ്റേ സോഫ്റ്റ്വെയർ അടി. അബോർഡ് എന്നായിരിക്കും. അബോർഡ് എന്ന് പറഞ്ഞ വീടെന്നാണ്, താമസ സ്ഥലം അങ്ങനെ എന്താ. അബോർഡാ
എനിക്ക് സ്വന്തമായിട്ട് അഭിനയിച്ച മ്യൂസിക് വീഡിയോ വരെ പേരറിഞ്ഞൂടാത്ത ഒരാളെ കണ്ടിട്ടുണ്ടോ ഗൈസ്? ഗൈസ് നിങ്ങൾ എന്നെ ഗൂഗിൾ ചെയ്തു. അഡോബ് അബോർഡ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിപ്പുണ്ട്. കുഴപ്പമില്ല ഗൈസ്, സംഭവിക്കും. ഞാനത് കഴിക്കാതെ ഇനി ഷേക്ക് കുടിക്കാത്തതിന്റെ ഓർമ്മശക്തി കുറവാണെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് ഷേക്ക്? ഒരു വലിയ ഒറ്റ പാദ്യം തീർന്നല്ലോ അത്. അയ്യോ ഓക്കെ, മണ്ടേ കയറി ചത്ത്. ആ, ഇന്ന് എന്തോ ഷൂട്ടല്ലായിരുന്നാ? ഏതോ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തളർന്നു വന്നിരിക്കുകയാണ് പാവം. 9 ഔട്ട്ഫിറ്റ് ഉള്ളൊരു ഫോട്ടോഷൂട്ട്. ഓ മൈ ഗോഡ്, മോഡൽ, ഫോട്ടോഷൂട്ട് മോഡൽ. 9 ഔട്ട്ഫിറ്റ് ഒരുമിച്ചിട്ടാ. ആ സാൻഡ്വിച്ച് നിന്ന് നോക്കി മാടി വിളിക്കുന്നു. കുറച്ച് ക്ഷീണമൊക്കെ മാറട്ടെ. അങ്ങനെയുണ്ട് ഇനി ഗുണം കൊള്ളാം. കുറച്ചുകൂടെ എരിവായിരുന്നു. നമ്മളോടി കൊണ്ടുവരാൻ വേണ്ട. വേണ്ടേ? ഓരോ പാത്രത്തിലും മുക്കി തിന്നാൻ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഗൈസ് അങ്ങനെ നല്ല ഫീലിംഗ്. സാൻഡ്വിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. കുറച്ചൊരു പുളി, കുറച്ചൊരു എരിവ് ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ബാലൻസ് ആയിരുന്നു അല്ലേ? എരിവിന്റെ പ്രശ്നം. ചീസുണ്ട്, എരിവ് കുഴപ്പമില്ല. അങ്ങനെ മൈൽഡ് സ്പൈസ് വലിയ എരിവൊന്നുമില്ല. കുറച്ചൊരു എരിവ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ വലിയ എരിവുള്ള സാൻഡ്വിച്ച് അല്ല. പക്ഷെ കാജൂൺ സ്പൈസ് കുറച്ചുകൂടെ എരി ഉണ്ടാവേണ്ടതാണ്. പക്ഷെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ച് കഴിയുമ്പോ ഒരു എരി ഉണ്ടേ, ഉണ്ട്. ചെറുതായിട്ട് തോട്ടിന്റെ ഇങ്ങനെ ഒരു ഹിറ്റ് വരുന്നുണ്ട് ആ എരിയില എവിടെയോ. അങ്ങനെ എരിയുണ്ട്, എരിയുണ്ട്. ചെറിയൊരു മൈൽഡ് സ്പൈസ് ആണ് എന്റെ കോക്കോ ലോക്കോ. കോക്കോ ലോക്കോ ഈ സാധനമാണ് ഞാൻ ഇവിടെ വരുമ്പോ, ഞാൻ ഇത് കുടിക്കാൻ വേണ്ടിയാണ് ഇവിടെ മെയിൻലി വരുന്നത് തന്നെ. നല്ല സാധനം, കുടിച്ചോ. അവിടെ എന്തോ തലയെ കുത്തി കമ്പത്തി കറക്റ്റ് ഷോട്ട് എടുത്തത്, കറക്റ്റ് ഫോക്കസ് പോയതും ഒരാൾ തലയും കുത്തി ഫുഡടിക്കുന്നു. ആ കഴിച്ചോ. ഈ പാട്ടൊക്കെ ഏതാണെന്നോ കോപ്പിറൈറ്റ് അടിക്കുന്നുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം കഴിച്ചു. ഇഷ്ടപ്പെട്ടില്ലെന്നാണോ ഇഷ്ടപ്പെട്ടെന്നാണോ? ഇതേപോലത്തെ സാധനം വേറെ എന്തോ ഉണ്ട്. കോക്കനട്ടിന് എന്തോ ഒരു ഡ്രിങ്ക്സിന്റെ പേര് പിന്നെ കോക്കോ ലോക്കോ എന്നല്ലേ? ഇത് കോക്കനട്ട് ബേസ്ഡ് ഡ്രിങ്ക് ആണ് ഗൈസ്. അതിന് കുറച്ച് കാരമൽ സോസും സാധനങ്ങളും അങ്ങനെ എന്തോ ആണ്. കാരമലിന്റെയും കോക്കനട്ടിന്റെയും കൂടെ ഫ്ലേവറാണ്. അവളോട് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് നമുക്ക് കുടിക്കാം, വീണ്ടും കുടിക്കാം. ഇത് മസ്റ്റ് ട്രൈ ചെയ്യാം ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇത് എന്റെ ഫേവറേറ്റ് ആണ്. അവരുടെ ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവർഡോ ഫ്രഞ്ച് ടോസ്റ്റ് ആണ്. സവർഡോ ബ്രെഡ്, സ്ട്രോബെറി കമ്പോട്ട്, ഈ ബ്രെഡ്, അതും ഇത് ബട്ടറാണ് ഗൈസ്. സവർഡോ ബ്രെഡ് കുറച്ചിത്തിരി ഹാർഡായിട്ടുള്ള ബ്രെഡാണ്. അപ്പൊ അതിനെ അവര് നല്ല സോഫ്റ്റ് ആക്കും. അതിന്റെ നടക്കൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചൊരു സോൾട്ടി ടേസ്റ്റും എല്ലാം ഉണ്ടാവും. ഇത് അതിന്റെ പുറത്തോട്ട് ഒഴിച്ചാൽ മതി. ഒരു ബട്ടറിന്റെ ടേസ്റ്റും വരും. മെൽറ്റഡ് ബട്ടർ ആണെന്ന് തോന്നുന്നു. കണ്ടറിയാൻ കുടിച്ചു നോക്കാം എന്താണെന്നോ. കണ്ടിട്ടൊരു അയ്യോ നല്ല ചൂട്, പാത്രം ചൂടായിട്ടിരിക്കുന്നു ഗൈസ്. സാധനം അതിലൊഴിച്ചിട്ട് നമ്മൾ കഴിക്കേണ്ടതാണ്. ഞാൻ ഇപ്പം വരാം. ഒരാളെ ചുമ്മാ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കല്ലേ വീഡിയോ. നമ്മളെല്ലാം വൺ ഷോട്ടിലാണല്ലോ. കട്ട് ചെയ്യാതെ വ്ലോഗ് എടുക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതെ, അകത്ത് സോഫ്റ്റ്. ഈ അറ്റം സോഫ്റ്റും അല്ലേ, അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ് ആവാൻ ചാൻസ് ഇല്ല. ഇതിനെങ്ങനെയൊന്ന് മടക്കി ചപ്പാത്തി പോലെ എന്താ ഇത്? ആ ഓക്കെ. പക്ഷെ അറ്റം കഴിക്കാതെ അതും കഴിക്കാം. കഴിച്ചോ, നിനക്ക് അറ്റം തരാം. എനിക്ക് അറ്റം വേണം, എനിക്ക് അകത്ത് മതി. എനിക്ക് സോഫ്റ്റ് മതി, സോഫ്റ്റ് മതി. ഓ എന്തോ പരിചയമുള്ള ടേസ്റ്റ് അല്ലേ? ഫ്രഞ്ച് ടോസ്റ്റ് കഴിക്കാറുണ്ടോ? ഫ്രഞ്ച് ടോസ്റ്റ് കഴിക്കാറുണ്ടോ? ആ, ഇത് ഒരു വെറൈറ്റി അല്ലേ സാധാരണ കഴിക്കുന്ന ഫ്രഞ്ച് ടോസ്റ്റ്? ഭയങ്കര സോഫ്റ്റ്, ഒരു സ്പോഞ്ച് കേക്ക് ഇല്ലേ, നല്ല ഭയങ്കര സോഫ്റ്റ് ഗൈസ്. നമ്മളവിടെ ചിക്കൻ തിന്നോളും, നമ്മൾ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് കഴിച്ചോളും. അപ്പൊ ശരി ഗൈസ്, കഴിച്ചിട്ട് വരാം. ബൈ. അങ്ങനെ ഗൈസ്, ഹർഷിത വന്നത് പ്രമാണിച്ച് കൊച്ചിയിൽ മഴ. അയ്യോ, ഇന്ന് രാവിലെ ഞാൻ ഒരു മഴവില്ല് കണ്ടായിരുന്നു. ആ അതായത് നീ മഴവില്ല് കണ്ടതിന്റെ മഴയാണ്. അങ്ങനെ കഴിച്ചു, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എന്റെ കുടയൊന്നുമില്ല, നീ വന്ന് ഓടി വന്നാ. മഴ നനഞ്ഞിട്ട് കുറെ നാളായി കഴിച്ചു. കാരണം എനിക്കൊരു വിഷയമല്ലേ ഇത് മഴയെന്ന് പറയണത്. മഴ കൊള്ളാൻ ഇഷ്ടമല്ലേ നിനക്ക്? വെരി സാഡ്. ഇഷ്ടമാണ്, പക്ഷേ ഈ ഔട്ട്ഫിറ്റ് കുളമാവും, അതാണ്. ഓ അങ്ങനെ ഗൈസ്, കൊച്ചിയിൽ മഴ പെയ്യുന്നു. വി ആർ ഇൻ ലക്ക് ഫൈനലി ആഫ്റ്റർ സോ ലോങ്. കുറച്ച് മഴ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അടുത്തിന് എന്താ തിന്നാൻ പോന്ന?
ആ വന്നു ഗൈസ്. പുച്ഛമൊക്കെ. അപ്പൊ ഗൈസ് നോക്കട്ടെ ഗൈസ്, അടുത്ത് ഇനി എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ ഉണ്ടോ നോക്കട്ടെ. അടുത്ത ലൊക്കേഷൻ നോക്കി പോട്ടെ ഗൈസ്. ഉടനെ തന്നെ എന്താണ് അടുത്ത പ്ലാൻ എന്നുള്ളത് നോക്കിയിട്ട് പറയാം. ബൈ. ചെറുതായിട്ട് ഒരു പിറ്റ് സ്റ്റോപ്പ് അടിച്ചതാണ് ഗൈസ്. കൊള്ളാം, നല്ല അടിപൊളി ലൊക്കേഷൻ. ഇത് നമ്മളെ കണ്ടെയ്നർ ടെർമിനൽ റോഡാണ്. പക്ഷെ ഗൈസ് നിറച്ചും കച്ചറ കൊണ്ടിട്ടേക്കാണ്. ഇല്ലാന്നെങ്കിൽ ഇങ്ങനത്തെയൊക്കെ സ്പോട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല ഈ ഒരു ഈവനിങ് വ്യൂ ഒക്കെ കണ്ടിരിക്കാം. സാഡ്ലി നിറച്ചും കച്ചറ. ലാസ്റ്റ് ടൈം ഞാൻ സ്കൈലൈൻ മറ്റേ GTRന്റെ ഷൂട്ടിന്റെ ആ സമയത്തും ഭയങ്കരമായിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം വേസ്റ്റ് ആയിരുന്നു ഗൈസ്. അതാണ് സംഭവം. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നൈസായിരുന്നു, മനസ്സിലായല്ലേ? പക്ഷെ അടിപൊളി വ്യൂ ഗൈസ്. എന്താ റെയിൽവേ പാളമാണെന്ന് തോന്നുന്നു. ഞാൻ 1x നമുക്ക് സാധാരണ കച്ചറ കാണുമല്ലോ. നല്ല രസമുണ്ട് കേട്ടോ. ചെറിയ മഴയും രണ്ട് പട്ടികളാണ് അടിപൊളി. കൺട്രി ഫെലോസ്. അയ്യോ അയ്യോ പട്ടിയടി. ഭയങ്കര വയലന്റ് ടീംസ്. അതൊക്കെ മാറിപ്പോകുന്നതാണ് നല്ലത്. ഇത് കൊള്ളാം, ഈ സ്പോട്ട് കൊള്ളാം, നൈസ്. അപ്പൊ എന്തായാലും ഈ ഒരു വേസ്റ്റ് ഒക്കെ ഒന്ന് സോർട്ട് ചെയ്യണം നല്ല. അയ്യോടാ ഒരു കൊച്ചു പട്ടി. അയ്യോ ഞാൻ കണ്ടില്ല. അയ്യോ ഗൈസ് ഒരു പപ്പി, ഒരു ബൊമ്മയും കിടക്കണം. ആരോ ഉപേക്ഷിച്ച ടെഡി ബെയർ. ഫുൾ ക്യൂട്ട്നെസിന്റെ കളിയാണല്ലോ ഗൈസ്. അവിടെ ഒരു കൊച്ചു പട്ടിയും രണ്ട് മുതുക് പട്ടികൾ അടി കൂടുന്നു. കൊള്ളാം, നൈസ്. പട്ടികളുടെ ഫൈറ്റ് കണ്ട് ആസ്വദിക്കുന്ന. അപ്പൊ ശരി ഗൈസ്, നമ്മൾ അടുത്തെന്താ തിന്നാമെന്നുള്ള കൺഫ്യൂഷനിലാണ്. ലെറ്റ്സ് സീ. നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു ചായക്കട പോലത്തെ സെറ്റപ്പാണ് നമ്മുടെ ലക്ഷ്യം. കൊക്ക്, പക്ഷികൾ. അയ്യോ ഗൈസ് ഉണ്ടാ ഫുൾ മറ്റേ കട്ട നേച്ചർ സ്ഥലം. ഇത് നമ്മൾ ടോളിന്റെ അവിടെ നിന്ന് വരുമ്പം പിഴയില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് ഗൈസ്. ഇതാണ്ട പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ഹർഷിത. പക്ഷി ഫോട്ടോസ്. പക്ഷേ ഇത് ഞാൻ എൻ്റെ മറ്റേ ക്യാമറ എടുത്തിരുന്നെങ്കിൽ ഫോൺ എടുത്തിരുന്നെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്തേനെ. അയ്യോടേ ഞാൻ എടുത്തിട്ട് വന്നാലോ? നീ എടുത്താൽ എനിക്ക് മനസ്സിലായി, ഞാനും എടുക്കണമല്ലോ. ഇത് തന്നെ എനിക്കും ഇതാണ് എടുക്കേണ്ടത്. ഒരു മിനിറ്റ്. അയ്യോ ഇത് അവിടെ ഒരു ആന കൊക്ക്. അയ്യോ 8x ഒക്കെ ഇട്ടിട്ട് കാണാൻ പറ്റുന്നില്ല. കണ്ടു. ഓ അടിപൊളി കേട്ടോ, നല്ല ഫ്രെയിം ഗൈസ്. ഓ വാവ്, ലുക്ക് അറ്റ് ദാറ്റ് ഗൈസ്. ഒരു കൊക്ക്. കൊക്കും ഇവിടെ. അയ്യോ ഇത് നല്ല ഫ്രെയിം കേട്ടോ. രണ്ട് പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്ന ഫ്രെയിം. അപൂർവ ഫ്രെയിമാണ് ഗൈസ്. അയ്യോ അപൂർവ ഫ്രെയിം. ഇവിടെ ഒരു കൊക്ക്, അവിടെ ഒരു കൊക്ക്. ഇവിടെ രണ്ട് മനുഷ്യർ. ഞാൻ പോയി എൻ്റെ മറ്റേ ഞാൻ എൻ്റെ ഷൗമിയും കൂടെ എടുത്തിട്ട് കേട്ടോ രണ്ട് ഫോട്ടോ എടുക്കട്ടെ. വെയിറ്റ് ഇപ്പൊ വരാം ഗൈസ്. അതെ ഡേഞ്ചറസ് ആയിട്ടുള്ള വഴി കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മ ആ ഒരു വിദൂരതയിലുള്ള സാധനം ആ ചായക്കടയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആ സ്ഥലത്തോട്ട് പോകാൻ. അയ്യോ അതോ ഗൈസ്. വാവ് നല്ല സൗണ്ട് കേട്ടോ. ഓ അടിപൊളി. എന്ത് രസമല്ലേ. ഓ മൈ ഗോഡ്. വെളിയിലൊക്കെ ഇറങ്ങാതെ ഇതൊന്നും കാണാറ് പോലും ഇല്ല ഗൈസ്. ഇപ്പൊ ഇതൊക്കെ കണ്ടിട്ട് എന്തോ നാറ്റ് ജിയോയിലൊക്കെ കാണുന്ന പോലെ. അയ്യോ നല്ല രസമല്ലേ. വെൽ ഡൺ പപ്പിക്കുട്ടി. എനിക്കിത് ഇടയ്ക്കിടയ്ക്ക് പറ്റാറുണ്ട്. നന്നായി. നിനക്ക് കൊക്കിന്റെ ഫോട്ടോ കിട്ടി, എനിക്ക് പക്ഷികളുടെ വീഡിയോ കിട്ടി. എനിക്ക് ഫോട്ടോ കിട്ടി. പക്ഷെ കൊള്ളാം ഗൈസ്, നല്ല രസമുണ്ട്. ഇവിടെ മൊത്തം ഇത് ബേർഡ് ഇതാ വീണ്ടും വരുന്നത് ഗൈസ്. ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമെന്നു കേട്ടാ ഈ പക്ഷികൾ. അവർ വൈകുന്നേരത്ത് ഇറങ്ങിക്കൊന്നു കൂട്ടമായിട്ട് എവിടെയോ പോകാനുള്ള പരിപാടിയാണ്. അയ്യോ വീണ്ടും ഇത് ഫുൾ റൗണ്ട് അടിയാണല്ലോ. നല്ല രസമുണ്ട്. അവിടെയൊക്കെ കൊക്കൊക്കെ ഇരിക്കുന്നുണ്ട്. ഫുൾ ബേർഡ്സിന്റെ കളി കേട്ടാ. ബേർഡ് ഫോട്ടോഗ്രാഫിക്ക് വരാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ്. നമ്മൾ അവിടെയാണ് പോകാൻ വേണ്ടി ഇറങ്ങിയത്. എന്നിട്ട് നമ്മൾ പക്ഷിയെ നോക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ ചായ കിട്ടുമെന്ന് നോക്കാം ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. ഞാൻ ഏതോ കാട് വഴിയൊക്കെ പോകുന്നുണ്ട്. നീ ഉണ്ടല്ലോ ഗൈസ്. ഇത് മൊത്തം പക്ഷി സങ്കേതമാണെന്ന് തോന്നുന്നു. ഇതാണ് വഴി. ഓ അടിപൊളി. നമ്മളിങ്ങനെ നടന്ന് എൻ്റെ കാറ് ഞാൻ കൊണ്ടുവന്ന അവിടെ വഴി ഇട്ടേക്കാണ്. ഇത് തന്നെ വഴി. ഇത് വഴിയല്ല. ഇല്ല വഴി കാണുന്നില്ല. അയ്യോ ഉണ്ട് ഭാഗ്യം. ഞാൻ അതാണ് നോക്കി. ഓ ഗൈസ് ഇതെന്താ പച്ചപ്പും പുല്ലും. എന്താണിത്? ഒരു ചെറിയ വരമ്പിൽ കൂടെ ഇത്രയും വഴിയുള്ളപ്പോ നീ ഇങ്ങനെയൊക്കെ ബാലൻസ് ചെയ്ത് വരേണ്ട ആവശ്യം എന്താ? ഓ അങ്ങനെ ഗൈസ് നോക്കിയാൽ നല്ല എമണ്ടൻ കൊക്ക്. ഓ അവിടെ മൊത്തം കൊക്കാണ്. അയ്യോ നല്ല രസമുണ്ട് കേട്ടാ. അടിപൊളി. നല്ല വൈബ് സ്ഥലം.
ഇത് ഞാൻ എന്താ മുമ്പ് കാണാത്തതെന്നാണ് ആലോചിച്ചത്. അവിടെയൊക്കെ കുറേ ഫാമിലിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. തറയും കൂടെ കാണിച്ചു പോകും, അതാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. നമ്മൾ പോകുന്ന വഴികൾ ഞാൻ കാണിച്ചത് സ്റ്റഡി ഫ്രെയിം വെച്ചിട്ട് പോവുകയാണ്. പക്ഷെ ഇത് കാലിലോട്ടൊക്കെ എന്തൊക്കെ കയറുന്നുണ്ട് കേട്ടോ. അയ്യോ, കാക്കയൊന്നും പേടിയില്ലേ? നൈസ്. ഓ കൊള്ളാം. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അതാ നിന്റെ സൈഡിലൊരു കാക്ക ഇരിക്കുന്നുണ്ടാ. എന്താണ് ഈ ഒരു നീ ഒന്ന് പെട്ടെന്ന് വരൂ. കാക്കയുടെ കടി കൊണ്ടിട്ട് അവള് വെള്ളത്തിൽ പോയി വീണ എല്ലാ വിഷമമുണ്ട്. എനിക്ക് നീന്താ അറിഞ്ഞൂടാ കേട്ടോ, രക്ഷിക്കാനൊന്നും പറ്റൂല. കാക്കയുടെ ഫോട്ടോ എടുക്കുന്ന ഹർഷിത അത് പറന്നുപോയി. അതിന് തന്നെ മനസ്സിലായി ഇവിടെ നിന്നാ ശരിയാവില്ല. ഗൈസ് ഇവളെന്താണ് കാണിക്കുന്നത്? ഇത്രയും സ്ഥലമുള്ളപ്പോൾ ബാലൻസ് ചെയ്ത് വരുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എനിക്കില്ലാത്ത പേടിയാണ് അവൾ. ഇതെങ്ങനെ ചാടി കിടക്കും? ഇത് സിമെന്റ് ആണോ? ഗൈസ് ഒരു മിനിറ്റ്, ഇത് ചാടി കടന്നിട്ട് വരാം. നീ ആദ്യം ചാടി കട. ഇതെടുത്ത് അവിടെ വെക്കണോ? അതിനൊക്കെ ഉറപ്പുണ്ട്. ഞാൻ വേണമെന്ന് തന്നെ. എന്താണ് കാണിക്കുന്നത്? ഞാൻ വേണം നീ ഒരൊറ്റ ചാട്ടത്തിനെങ്കിൽ ചാടിപ്പോ. ചാടിയോ? ആ ഓക്കെ. ഞാൻ ഒറ്റ കാലം വെച്ചോളാം. എനിക്ക് കുറെ നാളെ ഇത് ചെയ്തിട്ട്. അയ്യോ തെന്നിപ്പോ സീനാണല്ലോ. ഇതെടുത്ത് അവിടെ വെക്കാം. ഇതെടുത്ത് അവിടെ വെച്ചാലോ? വീടുന്നതിന്റെ വീഡിയോ എടുക്കാനായിട്ട്. ഇതെടുത്ത് അവിടെ വെച്ചാലോ ഈ സാധനം? അയ്യോ. ഓക്കെ ഗൈസ്, കുറെ നാൾക്ക് ശേഷം ഞാനൊരു സാധനം ചാടി കടന്നിരിക്കുകയാണ്. അതെന്താ നമ്മള് ചെളിയുള്ള ഏരിയ കൂടെ ചവിട്ടിയിട്ടല്ലേ വന്ന. ഷൂസ് വല്ലതും തെന്നിപ്പോയാലേ നേരെ അതിന്റെ അകത്ത് പോയി വീഴും. ഇത് കോഫി ഷോപ്പ് തന്നെയാണോ? വൈബ് സ്ഥലം. അയ്യോ ഇതും ആടുന്ന സ്ഥലമാണോ? ഇത്ര റിസ്കി ആയിട്ടുള്ള ചായ കുടിക്കാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. ആടുന്ന സാധനം. അയ്യോ കൊള്ളാം. ഇവിടെ വരുന്നത് ഒരു അഡ്വഞ്ചറാണ്. അടിപൊളി സ്ഥലം, വൈബ് സെറ്റപ്പ്. ഈ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സ്ഥലം. ഏകദേശം ഒരു കടമക്കുടി വൈബുണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനെ ബെഞ്ചൊക്കെ ഇട്ട് സെറ്റായിട്ടിരുന്ന് കഴിക്കാം ഗൈസ്. ഇവർക്കിവിടെ പാൽക്കപ്പ, അപ്പം, ചപ്പാത്തി അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. നാടൻ ഫുഡാണ് കേട്ടോ. പക്ഷെ നല്ല വൈബ് സ്ഥലം. ഇവർക്ക് വഴി വേറെ ഉണ്ട്. നമ്മൾ ഇത്രയും വന്ന പോലെ അഡ്വഞ്ചറസ് ആയിട്ട് വരണ്ടെന്നാണ് ആ പയ്യൻ പറഞ്ഞത്. പക്ഷെ ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളി. കട്ട ലുക്ക്, കട്ട ഫ്രെയിം. വൈകുന്നേരം വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഫുൾ വരമ്പും പാടും. പക്ഷെ ഷൂസ് ചെളിയായ ഒരു വഴിക്കായി ഗൈസ്. എൻ്റെ ന്യൂ ബാലൻസ് ഇനി ഞാൻ കൊണ്ടൊന്ന് വരച്ച് കഴുകണം. അതാ അവിടെ പോസ്റ്റായിട്ടിരിക്കുന്ന ഹർഷിത ചോദിച്ച ഒരു സാധനം ഒരിടത്തും ഇല്ല. ഇവിടെ വന്നിട്ട് കാപ്പി പോലും ഇല്ല, കട്ടൻ കാപ്പി പോലും കിട്ടിയില്ല, പാവം. അപ്പോൾ ഗൈസ് ഒരു 5-6 ദിവസമായിട്ട് ഉമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പം ന്യൂമോണിയ ആയിട്ട്. അപ്പം വ്ളോഗ് നല്ല രീതിയിൽ ബ്രേക്ക് വന്നു. പിന്നെ ഈ ബ്രേക്ക് വന്നതോടുകൂടി വീണ്ടും ഡൗൺ ആയി. അപ്പോൾ എവിടെ വന്നിങ്ങനെ വിളിച്ചപ്പോഴാണ് ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ സെറ്റ്, ഇന്നും കൂടെ ഒരു വ്ളോഗിനെ ഇറങ്ങാം എന്നുള്ള പ്ലാനിൽ ഇറങ്ങിയത്. ഇനിയിപ്പം പതുക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് എക്സ്പ്ലോറേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതേപോലത്തെ ഇങ്ങനത്തെ ഹിഡൻ സ്പോട്ട്സും സംഭവമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം ഗൈസ്. പോസ്റ്റായിട്ട് വന്ന് പോസ്റ്റ് മാസ്റ്റർ എനിക്ക് തോന്നാ പക്ഷി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നി. ഒരു പക്ഷിയുടെ ഫോട്ടോ, ഭയങ്കര ഫോട്ടോഗ്രാഫറാണ് കേട്ടാ. എന്താ ഫോട്ടോഗ്രാഫറാ എന്തൊക്കെയാണല്ലോ നീ. എനക്ക് ഇഷ്ടമല്ലേ ഇതൊക്കെ ചെയ്യണത്. എന്റെ കുറെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അയച്ചു തരാം. വ്ളോഗ് എഡിറ്റിംഗ്, വ്ളോഗിന്റെ ഒരു എഡിറ്ററായി ഗൈസ്. എന്താ അവിടെ 2 കൊക്കിന്റെ ഫോട്ടോ, ഇവക്ക് ആ കൊക്കിന്റെയും പക്ഷിയുടെയും ഫോട്ടോ കിട്ടി, എനിക്കത് കിട്ടിയില്ല. ഞാനൊക്കെ വന്നപ്പോഴേക്കും ആ പക്ഷി പറന്നുപോയി. അതിനുള്ള ക്രിയേറ്റിവിറ്റി കാണിച്ചത് ഗൈസ്. അതാണ്ട ഒരു പക്ഷി വേറൊരു പക്ഷിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോ. പിന്നെ അതൊരു കാക്ക അവിടെ മര്യാദക്ക് ഇരുന്ന കാക്കയെ ഓട്ടിച്ചു വിട്ട് ഭയങ്കര. ഓ ഇത് ഞാൻ എന്റെ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടാണല്ലോ വ്ളോഗിൽ. പോരാട്ടാ, എന്റേതാണ് സൂപ്പറായിട്ട് കിട്ടിയത് എനിക്ക്. അപ്പോൾ എന്തായാലും നിനക്ക് കാക്കയെ കിട്ടി, എനിക്ക് പക്ഷിയെ കിട്ടി, അതാണ് സംഭവം. അപ്പോൾ ഗൈസ് എന്തായാലും ഞാൻ പറഞ്ഞു ഇന്നൊരു ചെറിയ വ്ളോഗാണ്. അവിടെ ഒന്ന് വിളിച്ചതുകൊണ്ട് ഫ്രീ ആണെന്നൊന്നും കൂടെ പറഞ്ഞതുകൊണ്ട് കണ്ട ഇതാണ് എൻ്റെ കട്ട അലമ്പാണ് ഇത്. ഈ അലമ്പൊന്നും ഇല്ലാത്ത ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ പറ ഗൈസ്, നമുക്ക് വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഇറങ്ങാം. ഇവള് കുറെ ഫാൻസ് ഉണ്ടെന്ന് ഞാൻ എൻ്റെ അബദ്ധത്തിന് പറഞ്ഞു പോയി എൻ്റെ യൂട്യൂബ് ചാനലിൽ. ഉടനെ കോട്ടയത്തുനിന്ന് വന്നിരിക്കുകയാണ് അവള്. അയ്യോ എന്താ പൂക്കിന്ന് സ്വയം പ്രഖ്യാപിത പൂക്കി. കഴിഞ്ഞ വ്ളോഗിന് അങ്ങനെ ഇട്ടേ. ഞാൻ ഇട്ടതല്ലേ എന്റെ തംബ്നെയിൽ. അവിടെ പക്ഷെ ഷൂസ് മൊത്തം ചെളിയായി ചേട്ടാ.
ആ വഴി ചാടിയൊക്കെ ഓടി വന്നു. വന്നാൽ ചെളിയാവും. കാർ കൊണ്ടൊന്ന് റോഡിൽ ഇട്ടേക്കാണ്, എന്താവുമെന്ന്. നമുക്ക് എന്തായാലും കട്ടൻ ചായ കുടിച്ചിട്ട് ഇവിടെ നിന്ന് ചലിക്കാൻ കഴിയും. ബിക്കോസ് ഇവിടെ നല്ല വൈബ് കേട്ടോ. വൈകുന്നേരം വന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലം. നീ തുള്ളണേൻ്റെ അല്ല, ഞാൻ ആ സൈഡിലെ ബെഞ്ചിന്റെ കാര്യമാണ് പറഞ്ഞത്. കൊള്ളാം. ഈ നനഞ്ഞിറങ്ങുന്നത് ഇപ്പൊ മഴയാണ്ടല്ലേ, അല്ലെങ്കിൽ നല്ല സുഖമല്ലേ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ. ഇതിന്റെ പേരെന്താണ്? ട്വൈലൈറ്റ് കഫേ. കൊള്ളാം കേട്ടോ. ഇതാണ് സംഭവം ഗൈസ്. അടിപൊളി സ്ഥലം, നല്ല വൈബ്, ഒരു മനുഷ്യയില്ല, സുഖം. അതാണ് അതിന്റെ ഹൈലൈറ്റ്. ആദ്യം 2 മനുഷ്യരേ ഉള്ളൂ. പിന്നെ അപ്പൊ എന്തായാലും ഗൈസ് നോക്കണേ, ഇതേപോലത്തെ സ്ഥലങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഗൈസ് ആ വീഡിയോ കാട്ടിലും നല്ലൊരു ഫോട്ടോ വരുന്നുണ്ട് ഗൈസ്. നോക്കൂ നോക്കൂ നോക്കൂ. ആ ഫോട്ടോ കാട്ടി വൈബായിട്ടുള്ള ഫ്രെയിമാണ് ഗൈസ്. വീഡിയോ എടുക്കുന്നത് എൻ്റെ അടുത്താണ് അവൾ ഫ്രെയിമിന്റെ കളി കളിക്കുന്നത്. മേശപ്പുറത്ത് വെച്ചിട്ട് ആണ് അതിന്റെ കോപ്പി അടിക്കുന്നതൊക്കെയാണ്. ഒരു നാണം ഉണ്ടോ അടി? ഇത് നോക്ക് നോക്ക്. കണ്ടു നോക്കിയാണ്. ഇതാണ് അവളുടെ ഫ്രെയിം. കണ്ടോ കണ്ടോ ചായയുടെ അപ്പുറത്ത്. ആദ്യം എടുത്തത് ഇത്. ഓക്കെ ഗൈസ്, അപ്പം ഈ ഒരു വ്യൂവും വെച്ചിട്ട് നമ്മൾ കട്ടൻ ചായ കുടിക്കുന്നതായിരിക്കും. കോപ്പി അടിക്കാൻ വേണ്ടി വരുന്നതൊക്കെയാണ് ഒരാൾ. അപ്പം ശരി ഗൈസ്. ഓ ഗൈസ് എന്നുള്ളത് നടത്താന്ന് വിചാരിച്ചിരുന്നതാണ്. കുറച്ച് മധുരം കൂടി. മധുരം മധുരമാണോ? ഭയങ്കര മധുരമാണോ? ഇതോടെ ഡയബറ്റീസ് പിടി. ചൂടുണ്ട്, കുറച്ചുകൂടെ മധുരം കുറപ്പിക്കാൻ പറ്റും. അതിന് വേറെ കട്ടൻ ചായ എടുക്കണം. ഇല്ല, ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ പോരെ. കുഴപ്പമില്ല, ജ്യൂസ് കുടിക്കുന്നത് കുടിക്കാം. നാരങ്ങ ചരിച്ച കുടിക്കാം. ലൈം ടീ വന്നാൽ മതി. ലൈം ടീ അല്ലേ ഇത്? അല്ല, ഇത് ബ്ലാക്ക് ടീ. ഞാനിത് ലൈം ടീ വേണമെന്ന് ചോദിച്ചപ്പോൾ നീ എന്തെങ്കിലും കുഴപ്പമില്ലാന്ന് പറഞ്ഞില്ലേ? അതിന് ഇങ്ങനെ കുറെ അർത്ഥങ്ങളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. വെരി ഗുഡ്, സെറ്റ് ആകാം. ഹർഷിത ഡ്രിങ്കിങ്. Cheers to class of diabetes. നിനക്ക് കുഴപ്പമില്ല, ഇനിയും പ്രായമുണ്ട്. ഞാൻ ഷുഗർ കട്ട കണ്ടു. ആ സ്ഥലത്ത് കാണുന്നില്ലല്ലോ അല്ലേ ഭഗവാനെ. ഈ ചായ കുടിച്ചു കഴിഞ്ഞാൽ നിന്റെ ഷുഗർ കട്ട് ചെയ്തെല്ലാം കൂടെ തിരിച്ചു വന്നതാണ്. എന്നെ ഇങ്ങനെ ഡീമോഡറേറ്റ് ചെയ്ത് ഇപ്പോ ഒരുവിധം ഞാൻ കുടിക്കുന്നേ. കുടിച്ചോ. ഇത് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതൊരു 5 പേർക്ക് ഡിവൈഡ് ചെയ്ത് ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ കറക്റ്റ് ആയിരിക്കും. വല്ലപ്പോഴും ഒരു കുടിക്കാനേ കുഴപ്പമില്ല. കുഴപ്പമില്ല, നല്ല ചായ കേട്ടോ. പായസം കുടിക്കുന്നില്ല. ചായ പായസം ചാപ്പേ. അവള് എനിക്ക് തോന്നുന്നു കിളിയായെന്ന് തോന്നുന്നു. ഷുഗർ കട്ടല്ല, ഷുഗർ ഹൈ ഷുഗർ എന്തെന്നാ, ഷുഗർ റഷ്. ഓക്കെ ശരി. അപ്പോൾ ഗൈസ് എന്തായാലും വേറെ ഫുഡൊന്നും കഴിക്കാനുള്ള ശേഷി ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് ഭ്രാന്തായി, ഫുൾ ഷുഗർ റഷ് അടിച്ചിട്ട് കിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആലോചിക്കട്ടെ. വിശക്കുമായിരിക്കും. അത് കുടിച്ചോ. ഞാനാണെങ്കിൽ ഇത്രയും കുടിച്ചു. ഞാൻ പറയാം, ഇവിടെ ലിമിറ്റഡ് മെനു ആണ് ഗൈസ്. ഫുഡാണ് കൂടുതലും, നാടൻ ഫുഡാണ്. സോ ട്രൈ ഇറ്റ് ഔട്ട്. നല്ല വ്യൂവിൽ ഫുഡ് അടിക്കാം. അതാണ് ഗൈസ് ഒരു കൊക്ക് അവിടെ സ്റ്റക്കായിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു, അനങ്ങുന്നില്ല. കണ്ട ഗൈസ്, വൈകുന്നേരത്തിൽ ഐഫോണിൻ്റെ ഒരു എക്സ്പോഷർ കോമ്പൻസേഷൻ കണ്ട. ഇരുട്ടായി കിടക്കുന്ന സ്ഥലമാണ്, അതിനെ ഇത്രയും വെട്ടത്തിലാക്കി. എക്സ്പോഷർ കുറയ്ക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. നമ്മൾ ഈ ചായ കുടിച്ച ഉടനെ നമ്മളത് അവിടെ നിന്ന് മോന്തിക്കൊണ്ടിരിക്കുകയാണ്. മന്ദം മോന്തുന്നു. ഇതായിരിക്കും വേണ്ട. ഇതിനെ മൊയ്ത്ത് കുടിച്ചാൽ പോരായിരുന്നു. ഇതൊരു ഹോട്ട് മൊയ്ത്തോ. കുലുങ്ങുന്നുണ്ട്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. വേണ്ട, ഇവക്ക് കട്ടൻ ചായ കുടിച്ച് ഭ്രാന്തായി. ഓ, ഇതിങ്ങനെയാണെന്ന് കുലുങ്ങും കൈസുണ്ടോ. അയ്യോ, നല്ല രസമുണ്ട് കേട്ടോ. ഓ, ഇതിന്റെ വേറെ വഴിയുണ്ട് കേട്ടോ. നമ്മള് വെറുതെ ഇങ്ങോട്ട് തന്നെ ഈ ലൈറ്റിനെ ഫോളോ ചെയ്ത് പോയാൽ മതി. ഓ, അത് സൂപ്പർ കേട്ടോ, അടിപൊളി. അത് കൊള്ളാം ഗൈസ്. ലൈറ്റ് ഫോളോ ദ ലൈറ്റ്. അങ്ങനെ അയ്യോ, ദിസ് ഈസ് ഗുഡ് ഗൈസ്. എല്ലാവരും വന്ന് അറ്റ്ലീസ്റ്റ് ഈ ഒരു ആംബിയൻസിന് വേണ്ടിയെങ്കിലും വരണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൊള്ളാം. ഈ ലൈറ്റിനെ ഇങ്ങനെ ഫോളോ ചെയ്ത് നമ്മൾ പോയാൽ നമ്മൾ മെയിൻ റോഡിലെത്തും. അതെ, മെയിൻ റോഡിലെത്തുമ്പോൾ ലൈറ്റ് കാണും. അത് വണ്ടിയാണ്. ഇതാണ് മെയിൻ റോഡ്. നമ്മളെ വണ്ടി അങ്ങ് എവിടെയാണ് കിടക്കുന്നത്, ആ സൈഡിൽ എവിടെയാണ്. അറ്റ്ലീസ്റ്റ് ചെളി കൂടെ പോകണ്ടല്ലോ. ഇതാണ് സ്ഥലം ഞാൻ പറഞ്ഞ, നമ്മളിപ്പോൾ പോയ സ്ഥലം. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല വൈബ് സംഭവം. എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഗൈസ്. ഓ, ഇത് കൊള്ളാം. ഫുൾ ലൈറ്റ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട് ഹർഷിത ഈ സ്ഥലം? ഇഷ്ടപ്പെട്ടു.
അങ്ങനെ ഫുഡ് ട്രൈ ചെയ്ത് നോക്കിയില്ല. ഫുഡ് ഇവിടെ പാൽക്കപ്പ, നല്ലതായിരിക്കാം, അപ്പം, നാടൻ സാധനങ്ങളാണ് മെയിൻലി ഉള്ളത് ഗൈസ്. ചിലപ്പോ അത് ഫുഡൊക്കെ നല്ലതായിരിക്കാം. ഇവിടെ നാടൻ ഫുഡ്, ചോറ് ഐറ്റം ഒന്നുമില്ല, ആ കൂടെ ബ്രെഡ് ഐറ്റംസും കട്ടൻ ചായ നല്ലതായിരുന്നു, നാടൻ സാധനങ്ങളുമാണ്. മധുരം കുറച്ചുകൂടി പോയെന്നേ ഉള്ളൂ. കട്ടൻ ചായ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്നും അവന്റെ ഷുഗർ എനിക്ക് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. പാവം. അല്ല, രണ്ടുപേരുണ്ടായിരുന്നു, ആണോ? ഒരു മൊയ്റ്റോ ചേട്ടനും ചായച്ചേട്ടനും. നമ്മുടെ തന്നെ വന്ന് ഈ ഒരു ആംബിയൻസ് എക്സ്പ്ലോർ ചെയ്യുക ഗൈസ്. നല്ല രസമുണ്ട്. നൈസ് വൈബ് സ്ഥലം. എന്നെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ വരാം ഗൈസ്. ബൈ. ഇതാണ് ഗൈസ് പാത്ത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു വഴി പിടിച്ചങ്ങ് പോവുക. നമ്മൾ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് ആ സൈഡിൽ കൂടെ ചെളിയൊക്കെ ചവിട്ടിയാണ് അവിടം വരെ എത്തിയത്. ഇവിടെ ഇത്രയും നല്ല വഴി ഉണ്ടായിട്ട് എന്തൊരു കഷ്ടം നോക്കിയേ. എല്ലാം അർഷിത കാരണമാണ്. നമുക്ക് ആ കൊക്കിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ ഈ കഷ്ടപ്പെട്ട്. എന്താണിത്? എനിക്ക് ആ കുഴി വീഴാത്ത എന്റെ എന്തോ ഭാഗ്യം. അത് ഭാഗ്യം കേട്ടാ. ഫോണ് പോയാലാണ് പ്രശ്നം. അപ്പൊ ശരി ഗൈസ്, ഇനി എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള മൂടില്ല ഗൈസ്. ഫുഡി ആയിട്ടുള്ളവരൊക്കെ പറയൂ ഗൈസ് എന്നോടാ. ഈ ഇതണ്ട ആ കൂടെ ഒരു ചായ കുടിച്ചപ്പോഴേക്കും അവളാ എന്താ മങ്ങി പോരാ. അങ്ങനെ ഗൈസ്, നമ്മൾ ഡിസ്ട്രിക്ട് 7 വന്നിരിക്കുകയാണ്. ഹർഷിതയെ കൊണ്ടൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ പോകാന്ന് വിചാരിച്ചതാണ്. പക്ഷെ എനിക്ക് ചിലപ്പോൾ വിശന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഡിസ്ട്രിക്ട് 7 വന്നു എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇന്ന് ലാസ്റ്റ് ആയിട്ട് എനിക്ക് കുറച്ചൊന്ന് സോസേജിന്റെ ഒരു സാൻഡ്വിച്ച് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ മെനുവിലുണ്ട്. അപ്പൊ അതും കൂടെ കഴിച്ചിട്ട് സോസേജ് ഒക്കെ ഒന്ന് നടത്താമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഡയറ്റ് ചെയ്യാൻ തുടങ്ങും ഗൈസ്. ഇൻ സം ടൈം നമ്മൾ എന്തായാലും അത് തുടങ്ങും. ജിമ്മിലും ചേരണം. അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഗൈസ്, വേറെ ആരും ഇല്ല. ഡിസ്ട്രിക്ട് 7 എനിക്ക് തോന്നുന്നു ഓണറും ഇല്ല. നമ്മൾ പയ്യന്മാർ മാത്രമേ ഉള്ളൂ. ഞാനിത് ഓർഡർ കൊടുത്തു. ഒരു ബ്രോക്കളിയുടെ ഒരു സൂപ്പും ഈ ഒരു സോസേജിൻ്റെ ഒരു സാൻഡ്വിച്ചും സിയാബാട്ട ബ്രെഡിലും. ഐ ഹോപ്പ് ഇറ്റ്സ് നൈസ്. ലെറ്റ്സ് സീ. അപ്പം അതും കൂടെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകാം എന്നുള്ള പ്ലാനിലാണ് ഗൈസ്. ഞാൻ പറഞ്ഞു ഇനി അങ്ങോട്ട് നമ്മൾ വ്ളോഗ് നമുക്ക് സെറ്റാക്കാം. ഇന്ന് ഞാൻ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു എനിക്ക് വ്ളോഗ് തുടങ്ങാനായിട്ട്. ഒരു 6-7 ദിവസമായി കഴിച്ചു. അത് ഞാൻ സത്യം വ്ളോഗിലൊന്നും കാണിച്ചിട്ടില്ല. അമ്മ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സംഭവം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റാർട്ട് ചെയ്തത്. അത് നമ്മളൊന്നും റിതത്തിലോട്ട് വരാൻ കുറച്ച് സമയം എടുക്കും ഗൈസ്. പക്ഷേ ലെറ്റ് മീ ട്രൈ. എന്തായാലും ബാക്ക് ഇൻ ആക്ഷൻ ആവും. ഫുഡ് വരട്ടെ ഗൈസ്, കാണിച്ചു തരാം. ബൈ ഗൈസ്. ഇതാണ് നമ്മുടെ സൂപ്പ്. ബ്രോക്കളിയും ചീസിൻ്റെ സൂപ്പാണ്. എൻ്റെ ദൈവമേ, അത് ഞാൻ ഓർത്തില്ല കേട്ടോ. ബ്രോക്കളിയും ചീസുമാണ്. മിക്കവാറും നല്ല റിച്ച് ആയിരിക്കും. ഇത് മാത്രം കുടിച്ചാൽ മതിയായിരുന്നു. അതായത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തരാം ഗൈസ്. എന്തൊക്കെയോ ഇതും തുടങ്ങുന്നത് പെപ്പറിൻ്റെ ഐറ്റം. അപ്പോൾ പേര് ചോദിച്ചിട്ടുണ്ട്, അത് അറിയാൻ പറ്റുന്നത് ഏതാണ്. കുറച്ച് പെപ്പർ ഇടാം. സോൾട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. പിന്നെ ചെഡാർ ചീസ് ഉണ്ടെന്ന് പറഞ്ഞാ. ചെഡാർ ചീസും ബ്രോക്കളിയും ഗൈസ്. അതൊന്ന് മിക്സ് ചെയ്യാം. എന്തായാലും ഇത് നോൺ വെജ് അല്ല, വെജാണ്. ലെറ്റ്സ് ട്രൈ ഇറ്റ്. ഓ പൊളി ടേസ്റ്റ്. നല്ല ക്രീമി. അടിപൊളി ചേട്ടാ. നല്ല റിച്ച്. വെജിറ്റബിൾ ആണെന്ന് പറയൂല, വെജിറ്റേറിയൻ കഴിക്കണമെന്നും അറിയില്ല. അടിപൊളി ടേസ്റ്റ്. ഒരു രക്ഷയില്ല ഗൈസ്. ക്രീം ബേസ്ഡ് സൂപ്പ് കുടിക്കണം. നിങ്ങൾക്ക് ബ്രോക്കളി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം മസ്റ്റ് ട്രൈ ആണ്. അത് ചീസിൻ്റെ ഒരു സംഭവമുണ്ട്, ബ്രോക്കളിയുടെ ആ ഒരു നല്ല ഫ്ലേവറുണ്ട്. അടിപൊളി. സോ എനിവേസ് ഇത് ട്രൈ ഔട്ട് ചെയ്ത ഗൈസ്. നല്ല സാധനം. ഇതാണ് ഞാൻ പറഞ്ഞ സാൻഡ്വിച്ച്. സോസേജും ഹാമും കൂടെ മിക്സ് ചെയ്ത് സാൻഡ്വിച്ച്. ഇപ്പം തന്നെ എൻ്റെ വയറ് ഫുള്ളായി ആ സൂപ്പ് കഴിച്ചത്. ഇതും കൂടെ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം ഗൈസ്. അതിനായിട്ട് ലെറ്റ് മീ ടേക്ക് എ ബൈറ്റ്സ്. ഓ നല്ല ഹെവി സാധനം. മീറ്റിൻ്റെ ഫ്ലേവർ അങ്ങനെ അങ്ങോട്ട് എടുത്തില്ല. പക്ഷേ ഒരു സോൾട്ട് പിക്കിളിൻ്റെയും ബെൽ പെപ്പറിൻ്റെ ഒക്കെ ടേസ്റ്റാണ് കൂടുതലും വേണം. സോസേജ് ഞാൻ പറഞ്ഞു ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് ഫ്ലേവറുള്ള സോസേജ് കിട്ടാറില്ല. കൊച്ചിയിൽ അങ്ങനെ വളരെ കുറവാണ് നല്ല ഫ്ലേവർ സോസേജ് കിട്ടുന്നത്. ഇത് കുഴപ്പമില്ലാന്നാണ് ഗൈസ്. ഭയങ്കരമൊന്നും ഞാൻ പറയില്ല. ഹാമിൻ്റെയും ആ ഒരു സോസേജിൻ്റെയും ചെറിയ സോൾട്ടിനെസ്സും അല്ലാത്ത ഒരു സംഭവമാണ്. ഒത്തിരി അങ്ങോട്ട് നമുക്ക് ആ ചിക്കൻ്റെ ഫ്ലേവർ അങ്ങനെയൊന്നുമില്ല. സോസ് ലൈറ്റാണ് അതിൽ യൂസ് ചെയ്തേക്കുന്ന ഒരു ഡ്രസ്സിങ്. കുഴപ്പമില്ല, കഴിച്ചിട്ടാണ് ഗൈസ്. അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇന്നത്തെ ദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇമ്മ ഒന്ന് ശരിയായി വരുന്നതേ ഉള്ളൂ. ഒരു 2 ഡേയ്സും കൂടെ നോക്കാം ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ ഫുള്ളി ആക്റ്റീവായിട്ട് ഇറങ്ങുന്നതായിരിക്കും ബ്ലോഗിൽ. സോ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ഗൈസ്. എന്തായാലും ഞാൻ തിരിച്ചു വരും ഫുൾ വിത്ത് ആക്റ്റീവ് ബ്ലോഗ്സ്. സോ ലവ് യു ഓൾ. ഹോപ്പ് യു ലൈക്ക് ദ വ്ളോഗ് ടുഡേ. ശരി ഗൈസ്, ബൈ.